എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വെല്ലുവിളിച്ചാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നും വിമോചന സമരം ഇനി സാധ്യമല്ലെന്നും മന്ത്രി പറഞ്ഞു. 5000-ലധികം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്നാൽ 1500-ൽ താഴെ ഒഴിവുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് നിയമാനുസരണം കിട്ടേണ്ട ആനുകൂല്യത്തിന്റെ കൂടെയാണ് ഗവൺമെന്റ്. ഈ കാര്യം പറഞ്ഞുകൊണ്ടൊരു വെല്ലുവിളി എന്നും ആരും നടത്തേണ്ട കാര്യമില്ല. സമയത്തിന് കോടതിയിൽ പോകാതെ അവസരം കുറ്റം കൊണ്ട് ഗവൺമെന്റിലേക്ക് ചാരി ഗവൺമെന്റിനെ വെല്ലുവിളിക്കുകയെന്ന് വെച്ചാൽ ആ വെല്ലുവിളിയൊന്നും ഗവൺമെന്റ് അംഗീകരിക്കുന്ന കാര്യമില്ല. അതൊക്കെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. അതിന്റെ കുറ്റം ഗവൺമെന്റിന്റെ മേൽ പഴിയാറുന്നത് ഒട്ടും ശരിയല്ല. എയ്ഡഡ് മാനേജ്മെന്റിന് വേണ്ടി കോടതിയിൽ ചെന്ന് ഗവൺമെന്റ് വാദിക്കേണ്ട കാര്യമില്ലല്ലോ. അതേസമയം ഭിന്നശേഷി നിയമനത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിയും മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയും ക്രൈസ്തവ സഭകൾ രംഗത്തെത്തിയിരുന്നു. ഷഫീദ് റാത്തൂർ ചേരുന്നു. ഷഫീദ്, ജാതി പറഞ്ഞും മതം പറഞ്ഞും വിരട്ടണ്ട, വിമോചന സമരം സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയത്തിൽ തന്നെ നിലപാട് അണുവിട പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയല്ലേ മന്ത്രി വി ശിവൻകുട്ടി? ഉറപ്പായിട്ടും, അതായത് സുപ്രീം കോടതിയുടെ അടക്കം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിൽ എതിർപ്പടക്കമുണ്ട് മന്ത്രിയുടെ വാക്കുകൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റുകളുടെ സമ്മർദ്ദത്തിന് കീഴടങ്ങില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. സമരം രാഷ്ട്രീയ പ്രേരിതമാണ്, സൗഹാർദ്ദപൂർവ്വമായാണ് എയ്ഡഡ് മാനേജ്മെന്റുകളോട് സർക്കാർ പെരുമാറിയിട്ടുള്ളത്. എന്നാൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന നിയമലംഘനം അനുവദിക്കാൻ കഴിയില്ല. കൂടുതൽ കുട്ടികളും എയ്ഡഡ് മാനേജ്മെന്റുകളിലാണ് പഠിക്കുന്നത്. അവരെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും മാനേജ്മെന്റുകളുടെ വെല്ലുവിളി അംഗീകരിക്കില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് അദ്ദേഹം പറഞ്ഞതുപോലെ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ ഭിന്നശേഷി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തുന്നു. 5000-ഓളം വരുന്ന ഒഴിവുകളുണ്ട്. എന്നാൽ 1500-ൽ താഴെ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ സീറ്റുകൾ റിപ്പോർട്ട് ചെയ്തേ മതിയാകുമെന്നും കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ചാണ് എയ്ഡഡ് മാനേജ്മെന്റുകൾ പ്രവർത്തിക്കേണ്ടതെന്നുള്ള മുന്നറിയിപ്പ് കൂടി, അതിൽ വീഴ്ച വരുത്താൻ ആരെയും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള മുന്നറിയിപ്പ് കൂടി മന്ത്രി വി ശിവൻകുട്ടി നൽകുന്നുണ്ട്. അദ്ദേഹം ഇന്ന് കോടതി വ്യവഹാരങ്ങളെക്കുറിച്ചും അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. 2021-ലാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതും സുപ്രധാന വിധി പുറപ്പെടുവിച്ചതും. വിധി എതിരാണെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്. എന്നല്ലാതെ സർക്കാരിനെ പഴിക്കുകയല്ല. അത് ചെയ്യാതെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സമരം നടത്തുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും മന്ത്രി ഇന്ന് തറപ്പിച്ചു പറഞ്ഞു. NSS മാനേജ്മെന്റിന് മാത്രമാണ് നിയമന അംഗീകാരത്തിന് പ്രത്യേക അനുവാദം ലഭിച്ചത് എന്ന അഡ്വക്കേറ്റ് ജനറലിന്റെയും ലോ സെക്രട്ടറിയുടെയും നിയമോപദേശം നിയമസഭയിൽ വ്യക്തമാക്കിയതാണെന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നൽകുന്ന പട്ടികയിൽ നിന്ന് മാനേജ്മെന്റുകൾ നിയമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമന അംഗീകാരം നൽകുക മാത്രമാണ് വകുപ്പ് ചെയ്യുന്നത്. അതിനാൽ നിയമനം നടത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നുള്ള കാര്യം കൂടി ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ്. ക്രൈസ്തവ മാനേജ്മെന്റ് അടക്കം ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം അവരുടെ നിലപാട് പറഞ്ഞിരുന്നു. ചില കാര്യങ്ങളൊക്കെ അവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഭീഷണികളും വിലപേശലും അത് വിലപ്പോവില്ല എന്നുള്ള കാര്യം അന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഏതെങ്കിലും തരത്തിൽ സർക്കാർ മാനേജ്മെന്റുകളോട് എതിർ നിൽക്കുന്ന സമീപനമല്ല, മറിച്ച് ചർച്ചയെങ്കിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്. പക്ഷേ നിയമാനുസൃതമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുകൂടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹാഷ്മി, ഷഫീദ്, ഇതിൽ സിറോ മലബാർ സഭ നൽകിയ പ്രതിഷേധക്കുറിപ്പിൽ പറഞ്ഞ ഒരു വരി ഇങ്ങനെയാണ്: ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നിയമാനുസൃതമായ ഒഴിവുകൾ എയ്ഡഡ് സ്കൂളുകളിൽ ഒഴിച്ചിട്ട ശേഷം മറ്റു നിയമനങ്ങൾക്ക് അംഗീകാരം നൽകി അവയെ ക്രമവൽക്കരിക്കണമെന്ന് NSS മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂൾ നിയമനവുമായി ബന്ധപ്പെട്ട വിധിയിൽ സുപ്രീംകോടതി തീർപ്പ് കൽപ്പിക്കുകയും അതേ തുടർന്ന് അനുകൂലമായ ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ക്രിസ്ത്യൻ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് കൺസോർഷ്യം ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഉത്തരവ് നേടിയിട്ടുണ്ട്. എയ്ഡ് അധ്യാപനം നിലയിൽ NSS ആയാലും ക്രിസ്ത്യൻ ആയാലും നൽകുന്ന സേവനത്തിന് മാറ്റമില്ലെന്നിരിക്കെ എന്തുകൊണ്ടാണ് ക്രൈസ്തവ മാനേജ്മെന്റിനുള്ള സർക്കാരിന്റെ ഈ പക്ഷപാതപരമായ സമീപനം? അങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ടോ ഷഫീദ്? ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, സുപ്രീം കോടതിയിൽ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ച നിയമോപദേശം അങ്ങനെയല്ല. രണ്ടാമത്തേത്, ഇതിലേതെങ്കിലും തരത്തിൽ കക്ഷി ചേരാതെ ഇക്കാര്യത്തിൽ ഒരൊറ്റ ഹർജി എന്ന രീതിയിൽ തീർപ്പ് കൽപ്പിക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ ഒരു അവകാശവാദമായി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് NSS മാനേജ്മെന്റിന് മാത്രമാണ് നിയമന അംഗീകാരത്തിന് പ്രത്യേകം അനുവാദം ലഭിച്ചതെന്ന അഡ്വക്കേറ്റ് ജനറലിന്റെയും ലോ സെക്രട്ടറിയുടെയും നിയമോപദേശം നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിയമസഭയിൽ വരുന്ന സമയത്തെ ചർച്ചയായിരുന്നു. അക്കാര്യം വ്യക്തമാക്കുന്നത്. അതേസമയം ഹർജിയിൽ കക്ഷി ചേരാനോ അല്ലെങ്കിൽ ഹർജിയുമായി മുന്നോട്ട് പോകാനോ മാനേജ്മെന്റുകൾ തയ്യാറായില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ, അതാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടാകുന്നത്. ഹാഷ്മി, ഷഫീദ്, ഇതിലെ ഭിന്നശേഷി 5000 അതിൽ 1500 മാത്രം നിയമനം, അങ്ങനെയുള്ള അത് എന്താണ് ശരിയാവണ്ണം അതിന് കൃത്യമായ നിയമനം നടക്കേണ്ടതാണ്. അതിൻ്റെ ആ നിയമനം അതിൻ്റെ സാങ്കേതിക വശങ്ങൾക്കപ്പുറം ജി സുകുമാരൻ നായർ ശരിദൂരം സമദൂരം ശരിദൂരം എന്നൊക്കെ പറയുന്ന സമയത്ത്
NSSനോടൊരു നിലപാട്, ക്രൈസ്തവ മാനവനോട് വേറൊരു നിലപാട് എന്ന് സിറോ മലബാർ സഭ ആഞ്ഞു പറയുകയാണെങ്കിൽ അത് മറ്റൊരു രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ വഴിവെക്കില്ലേ? അതിൻ്റെ കൂടെ വിമോചന സമരവും അതിൻ്റെ കൂടെ ജാതിയും മതവും കാട്ടി വരട്ടണ്ട എന്ന മന്ത്രിയുടെ പ്രസ്താവനയൊക്കെ വരുമ്പോൾ അത് വേറൊരു തരത്തിലേക്ക്, ഒരു സുഖകരമല്ലാത്ത തരത്തിലേക്ക് പോകില്ലേ ഷഫി? ഹാഷ്മി, അങ്ങനെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനോടകം തന്നെ സിറോ മലബാർ സഭ അവരുടെ വിയോജനക്കുറിപ്പിൽ അക്കാര്യം വ്യക്തമാക്കുകയും അതിനെക്കുറിച്ചുള്ള സൂചനകൾ കൃത്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇതിനു മുൻപ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരുമായിട്ടടക്കം ക്രൈസ്തവ മാനേജ്മെന്റ് നടത്തിയ അനൌദ്യോഗികമായ ചർച്ചകളടക്കം അവർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. മാത്രമല്ല, നിലവിലത്തെ സാഹചര്യത്തിൽ NSSന് അനുകൂലമായ ഒരു തീരുമാനം അത് ഈ വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത് സ്വാഭാവികമായും ആ രീതിയിൽ ചില വിവക്ഷകൾക്ക്, ചില വ്യാഖ്യാനങ്ങൾക്കൊക്കെ വഴിവെക്കുമെന്നുള്ള കാര്യവും നമുക്ക് ഉറപ്പാണ്. അതേസമയം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ സാങ്കേതികമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റിനെ 4 വർഷത്തെ കണക്ക് പറഞ്ഞ്, കോടതിയിൽ പോകാത്ത 4 വർഷത്തെ കണക്ക് പറഞ്ഞാണ് സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒഴിവുകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നും 5000-ഓളം ഒഴിവുകളിൽ 1500-ൽ താഴെ മാത്രം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് അത് ഫോഴ്സ്ഫുള്ളി നടപ്പാക്കുക എന്നല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ എയ്ഡഡ് മാനേജ്മെന്റിന്റെ അനിവാര്യത അടക്കമുള്ള കാര്യങ്ങളും ഒരു ന്യായമായി സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ മന്ത്രിയുടെ നിലപാടിൽ, സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. ക്രൈസ്തവ മാനേജ്മെന്റിന്റെ തുടർ നിലപാടുകൾ അത് നിർണായകമായി മാറുകയും ചെയ്യും. ഹാഷ്മി, ഷഫീദ്, ഇതിൽ ഈ സിറോ മലബാർ സഭയുടെ വിയോജനക്കുറിപ്പിൽ ആ പ്രസ്താവനയിൽ തന്നെ പറയുന്നത് NSS സമർപ്പിച്ച കേസിൽ സുപ്രീം കോടതി നടത്തിയ വിധിന്യായത്തിൽ തന്നെ സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും ഈ ഉത്തരവ് നടപ്പാക്കാം എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നതാണ് എന്നുകൂടി പറയുന്നുണ്ട്. അതിനെപ്പറ്റി ധാരണയുണ്ടോ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി നിയമപരമായ വശമാണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി അതിലുണ്ടോ? NSS അനുകൂല ഉത്തരവിലുണ്ടോ ഷഫീദ്? ഹാഷ്മി, സമാന സ്വഭാവമായിട്ടുള്ള സംഘടനകൾ അല്ലെങ്കിൽ സൊസൈറ്റികൾ എന്ന് പറയുമ്പോൾ പോലും അതിനകത്ത് കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ച് നിലനിൽക്കുന്ന സംവിധാനങ്ങൾക്ക് മാത്രമേ അക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ, അതിൻ്റെ പരിധിയിൽ വരികയുള്ളൂ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഇക്കാര്യത്തിലെ നിലപാട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെയും അടക്കം നിയമോപദേശം സംസ്ഥാന സർക്കാർ തേടിയപ്പോഴാണ് NSSന്റെ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിൽ മറ്റൊരു തരത്തിലുള്ള ഒരു റിവേഴ്സ് ഒപ്പീനിയൻ അക്കാര്യത്തിൽ വേണ്ട എന്നുള്ള കാര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയും അതൊരു പ്രത്യേക ഉത്തരവായി നിലനിൽക്കട്ടെ, ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർ അക്കാര്യത്തിൽ പോയില്ലല്ലോ എന്നുള്ളൊരു നിലപാട് എടുക്കുകയും ചെയ്ത് ഏതെങ്കിലും തരത്തിൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഇതുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ മാനേജ്മെന്റ് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ അപ്പോൾ കോടതി പറയുന്നതനുസരിച്ച് നിലപാടെടുക്കാം എന്നുള്ളതും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ നിലവിൽ ഇപ്പോൾ ഒരു സാങ്കേതികമായിട്ടുള്ള കാരണം അത് നിരത്തുന്നുണ്ട്. അതിൽ കുറ്റപ്പെടുത്തുന്ന അത്രയും 4 വർഷക്കാലം കേസ് നടക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ കോടതിയിലേക്ക് പോകാൻ ക്രൈസ്തവ മാനേജ്മെന്റ് തയ്യാറായില്ല. പകരം NSSന്റെ ഉത്തരവിനെ പിടിച്ചുള്ള ക്രൈസ്തവ മാനേജ്മെന്റിന്റെ ഇത്തരം നീക്കങ്ങൾ അത് ശരിയല്ല, അത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെയും സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ടുകൂടിയാണ് ഒരു സൂചന എന്നോണം വിമോചന സമരം അന്ന് നടന്നു, ഇന്ന് യാഥാർത്ഥ്യമാകില്ല അത് എന്നുള്ള കാര്യം മന്ത്രി ആവർത്തിച്ച് പറയുന്നതും. ഹാഷ്മി, ഷഫീദ്, ഇവിടെ ഈ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇതുമായി നേർക്കുന്നവർ അല്ലെങ്കിൽ കൂടിയും ഈ അധ്യാപകരുടെ ശമ്പളവുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധ പരിപാടി നടത്തിയിരുന്നു. അതിലും ഉയർന്നു കേട്ട ഇതാണ്, NSS സ്കൂളുകളിൽ നിയമനം അംഗീകരിക്കുകയും ക്രൈസ്തവ മാനേജ്മെന്റിന് നിയമനാംഗീകാരം നിഷേധിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് എന്നൊരു നറേറ്റീവാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉന്നയിക്കുന്നത്. അതേ നറേറ്റീവ് സിറോ മലബാർ സഭ ഉന്നയിക്കും. നറേറ്റീവ് കേരളത്തിൻ്റെ പ്രത്യേക സോഷ്യൽ എഞ്ചിനീയറിംഗ് സാഹചര്യങ്ങളിലൊക്കെ അത് ദൂരവ്യാപകമായ ചർച്ചകളിലേക്ക് വഴി നയിക്കുന്ന ഒരു നറേറ്റീവാണ്. അതുകൂടി സർക്കാർ തിരിച്ചറിയുന്നുണ്ടോ ഷഫീദ്? ഹാഷ്മി, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ NSS സർക്കാരിന് അല്ലെങ്കിൽ ഇടതനുകൂലമായ ഒരു ചായ്വ് അത് കാണിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന സുപ്രീം കോടതി ഉത്തരവും AGയുടെ നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മാത്രവുമല്ല, ക്രൈസ്തവ സഭകൾ ആ നിലപാട്, അതിൽ പ്രത്യേകിച്ച് സിറോ മലബാർ സഭയടക്കം ആ നിലപാടും പ്രതിഷേധവും സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ഉയർന്നു വരാൻ പോകുന്ന ചർച്ചയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. പക്ഷേ ആ ധാരണയ്ക്ക് മുൻപിൽ മുട്ടുമടക്കേണ്ട അല്ലെങ്കിൽ അതിന് മുൻപിൽ മുട്ടുമടക്കേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. കൂടാതെ സാങ്കേതികമായി കോടതി എന്നുള്ള കാര്യം അത് സംസ്ഥാന സർക്കാർ ഉയർത്തുന്നുമുണ്ട്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകാം, അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ അംഗീകാരം നൽകാൻ കഴിയില്ല. കൂടാതെ ഈ ഒഴിവുകൾ ഉണ്ടാവുക, അത് റിപ്പോർട്ട് ചെയ്യുക, സംവരണത്തെ അത് ബാധിക്കുക, ഭിന്നശേഷിക്കാരുടെ പ്രശ്നമായത് മാറുക, അത് സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ഒരു എയ്ഡായി എടുക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് എയ്ഡഡ് മാനേജ്മെന്റിനുള്ള അവകാശങ്ങൾ ഒരു തരത്തിലും നിഷേധിക്കില്ല എന്ന് പറയുന്നത് കോതമംഗലം രൂപതയുടെ കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ഷാജി മാത്യു മുണ്ടക്കൽ കുറിച്ചിരുന്നു. ഫാദർ, ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് ജാതിയും മതവും പറഞ്ഞ് വരട്ടണ്ട, ഇനിയൊരു വിമോചന സമരം സാധ്യമല്ല എന്നൊക്കെയുള്ള പ്രസ്താവനകൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഭിന്നശേഷി നിയമനം നടത്തണം എന്ന കാര്യത്തിൽ നിങ്ങൾക്കും ഒരു വിരുദ്ധ നിലപാടുണ്ടോ? ഞങ്ങൾക്ക് വിരുദ്ധ നിലപാടുകളൊന്നുമില്ല. സർക്കാർ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ച്
എല്ലാ ഒഴിവുകളും ഭിന്നശേഷി സമ്പന്നത്തിനായി മാറ്റിവെച്ചിട്ടുള്ള ഒഴിവുകൾ വിദ്യാഭ്യാസ മേലധികാരികൾ അംഗീകരിച്ച് ആ ഒഴിവുകളെല്ലാം വ്യവസ്ഥാപിതമാണ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുമുള്ളതാണ്. അല്ല ഫാദർ, 5000 നിയമനത്തിൽ 1000 ചില്ലുവാനം മാത്രമെന്ന് പറയുന്നത് ഒരു തുലോം കുറവുള്ള കണക്കാണ്. അത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? അത് സംഭവിക്കുന്നത് ഓരോ മാനേജ്മെന്റിനോടും 96 മുതൽ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ ബാക്ക്ലോഗ് പരിശോധിച്ച് റോസ്റ്റർ എൻട്രി രേഖപ്പെടുത്തണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശമനുസരിച്ച് ഏതെങ്കിലും മാനേജ്മെന്റ് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അത് കണ്ടുപിടിച്ച് അവർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണല്ലോ സർക്കാരിന് അല്ലെങ്കിൽ വകുപ്പിന് ചെയ്യാൻ പറ്റുന്ന നടപടി എന്ന് പറയുക. അല്ല ഫാദർ ഷാജി, ഇതിൽ കോടതികൾ കൂടി ഇടപെടുന്നുള്ളൂ. ഹൈക്കോടതി സുപ്രീം കോടതി ഇടപെട്ടതാണ്. 2021 ഇതുമായി ഒരു തീർപ്പ് വന്നതാണ്. അപ്പോൾ 21 മുതൽ ഈ 4 വർഷം നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ കോടതിയിലേക്കൊന്നും പോവാതെ ഈ സമയം സർക്കാരിനെതിരെ രംഗത്ത് വരുന്നതിന്റെ യുക്തി എന്താണെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ചോദിക്കുന്നത്. അതുകൊണ്ടാണ് വിമോചന സമയം ഒക്കെ അതിലേക്ക് വരുന്നത്. ഫാദർ ഷാജി മാത്യു മുണ്ടക്കൽ, ഈ സമയം സർക്കാരിനെതിരെ പോയതല്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഈ റോസ്റ്റർ ഡേറ്റ എൻട്രി ചെയ്തത് പരിശോധിച്ച് പൂർത്തിയാകുന്ന മുറയ്ക്ക് നിയമനങ്ങൾ അംഗീകരിച്ച് നൽകുമെന്നും ഭിന്നശേഷി സംവരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് അത് പൂർത്തീകരിച്ചു തരുമെന്നുള്ള സർക്കുലറുടെ വെളിച്ചത്തിൽ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതുവരെയും ആകാത്തതുകൊണ്ടും പിന്നെ NSSന് അനുകൂലമായിട്ടുള്ള വിധി വന്നപ്പോൾ ആ വിധിയിൽ സീറ്റുകൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ഏജൻസികളുടെയും സൊസൈറ്റികളുടെയും പരിഗണിക്കാമെന്നും സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇപ്രകാരം വീണ്ടും അതിന്റെ വെളിച്ചത്തിൽ ബാക്കിയുള്ള നിയമനങ്ങളും അംഗീകരിച്ചു തരുമോ എന്നുള്ള ഒരു നടപടിയുമായിട്ട് കേരള വിദ്യാഭ്യാസ ചട്ടം അതിനെ മറികടന്ന് സർക്കാരിന് ചെയ്യാൻ കഴിയില്ലോ. ഇപ്പോൾ NSS സുപ്രീം കോടതിയിലേക്ക് പോയി. അത് നിങ്ങളൊന്നും അതിൽ കക്ഷി ചേർന്നിട്ടുമില്ല. നിങ്ങൾ കക്ഷി ചേരേണ്ടവരല്ലേ? നിങ്ങൾക്കതിൽ യഥാർത്ഥ ആശങ്കയുണ്ടെങ്കിൽ. സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുക ലോ ഓഫ് ദ ലാൻഡ് ആണല്ലോ, രാജ്യത്തിന്റെ നിയമമാണല്ലോ. അപ്പോൾ പലപ്പോഴും ഇതുപോലെ സുപ്രീം കോടതി ഏതെങ്കിലും ഒരു കേസുകളിൽ വിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാന സ്വഭാവമുള്ള കേസുകളിലൊക്കെ ആ വിധിയുടെ പശ്ചാത്തലത്തിൽ വിധി നടപ്പാക്കി ലഭിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ടല്ലോ. 5000-ലധികം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതിൽ 1500 മാത്രം റിപ്പോർട്ട് ചെയ്തതെന്ന് പറയുന്നത് ആ വിഭാഗത്തോട് കാണിക്കുന്ന കൊടിയ അനീതിയല്ലേ? സുപ്രീം കോടതിയും ഹൈക്കോടതി വിധി എന്തും ആയിക്കോട്ടെ ഫാദർ, അത് ചെയ്യേണ്ടതല്ലേ? അത് അവരുടെ അവകാശമല്ലേ? അതിനെക്കുറിച്ചുള്ള വ്യക്തത പറയാനായിട്ട് ഇപ്പോൾ എനിക്ക് സാധിക്കില്ല. കാരണം എന്റെ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിക്കവാറും മാനേജ്മെന്റുകൾ അപ്രകാരം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലെ AO, DO, RDD തലങ്ങളിലുള്ളവർ ഈ റോസ്റ്റർ പരിശോധിച്ച് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത് സർക്കാരിനെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശമുള്ളതാണ്. അപ്പോൾ അത് ഏത് മാനേജ്മെന്റിനെ പ്രകാരം ചെയ്യാത്തതെന്നുള്ള റിപ്പോർട്ട് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് അധികാരികളുടെ ഭാഗത്ത് ചെയ്യേണ്ട കടമയാണ്. ക്രൈസ്തവ മാനേജ്മെന്റിനോടും NSSനോടും ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന സിറോ മലബാർ സഭയുടെ നിലപാടിനോട് നിങ്ങളും യോജിച്ച് നിൽക്കുകയാണോ ഫാദർ ഷാജി മാത്യു മുണ്ടക്കൽ? നമ്മൾ പറയുന്നത് നമുക്ക് തുല്യനീതി കിട്ടണം. ഒരു വിധി പ്രസ്താവിച്ചാൽ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുടെ നിയമനങ്ങളും അംഗീകരിച്ച് നൽകാമെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അതെന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എന്നുള്ള കാര്യം മാത്രമാണ് ചോദിക്കുന്നത്. താങ്ക് യു ഫാദർ ഷാജി മാത്യു മുണ്ടക്കൽ. അപ്പോൾ അതാണ് പ്രശ്നം. അത് വരാൻ പോകുന്ന ഒരു കേവലം ഒരു നിയമന ചർച്ച, ഭിന്നശേഷി ചർച്ച ഒന്നുമല്ല. വരാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയുടെ വിത്തുവാകലാണെന്ന് തോന്നുന്നു. NSSനോടും ക്രൈസ്തവ മാനേജ്മെന്റിനോടും ഇരട്ടത്താപ്പ് സർക്കാർ കാണിക്കുന്നുണ്ട്. ആ ഇരട്ടത്താപ്പ് ഒഴിവാക്കി തുല്യനീതി വേണം എന്നാവശ്യപ്പെടുകയാണ് സിറോ മലബാർ സഭ. അതിന് കാരണമായി പറയുന്നത് സുപ്രീം കോടതിയിൽ പോയി NSS അനുകൂലമായ നിലപാട് ഈ രീതിയിൽ ഭിന്നശേഷി നിയമനത്തിനുള്ള ഇതൊഴിച്ചിട്ട് ബാക്കി നിയമനം നടത്തി പിന്നെ ക്രമപ്പെടുത്താം എന്ന രീതിയിലുള്ള അനുകൂല ഉത്തരവുണ്ടായി. ആ അനുകൂല ഉത്തരവ് എല്ലാവർക്കും ബാധകമല്ലേ? അത് ലോ ഓഫ് ദ ലാൻഡ് അല്ലേ എന്നതാണ് ക്രൈസ്തവ മാനേജ്മെന്റിലുള്ള ചോദ്യം. അതേസമയം ജാതി മതം പറഞ്ഞ് വിരട്ടണ്ട, വിമോചന സമരം ഇനി സാധ്യമല്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ മറുപടി. അത് വലിയ ചർച്ചകളിലേക്ക് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.